ഹലോ സാറേ, നമസ്കാരം. എൻ്റെ പേര് രാഹുൽ. ഞാൻ പെരുങ്ങോട്ടുകര സ്വദേശിയാണ്, തൃശ്ശൂർ ജില്ലയിലെ പെരുങ്ങോട്ടുകര. അപ്പോൾ യൂറിൻ തെറാപ്പിയിലൂടെ എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത്, ഞാനൊരു 2014-15 കാലഘട്ടത്തിലാണ് ഇതിനെക്കുറിച്ച് അറിയണത്. എൻ്റെ സുഹൃത്ത് മുഖേന ഒരു വായനശാലയിൽ വെച്ചിട്ടുള്ളൊരു പരിചയത്തിലൂടെയുള്ളൊരു അനുഭവമാണ്. എനിക്ക് ആ സമയത്ത് ഫാറ്റി ലിവർ ഗ്രേഡ് 2 ആയിരുന്നു. അത്യാവശ്യം നല്ല ഒരു തടിയൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണം എന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിക്കാണ്ട് എല്ലാതരം ഭക്ഷണങ്ങളും കഴിച്ചിരുന്നു. ഓവർ വെയിറ്റ് ആയിരുന്നു. അങ്ങനെ കിതപ്പൊക്കെ അനുഭവപ്പെട്ടപ്പോൾ ഡോക്ടറെ കണ്ടു. ഫാറ്റി ലിവർ ഗ്രേഡ് 2 ആണെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കലെ എൻ്റെ കൂട്ടുകാരനെ കണ്ടത്. ആള് പറഞ്ഞതനുസരിച്ച് ഞാൻ മരുന്നൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് നാളത്തെ ഒരു റിസർച്ച് ഞാൻ നടത്തി. യൂട്യൂബിലും പിന്നെ യൂറിൻ തെറാപ്പിയുടെ പുസ്തകം വായിച്ച് നോക്കി. അങ്ങനെ ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷം പൂർണ്ണമായിട്ടും കുറച്ച് നാളത്തേക്ക് നോൺ വെജൊക്കെ ഉപേക്ഷിച്ച് യൂറിൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. ഏതാനും 1-2 മാസത്തിനകം വളരെയധികം വ്യത്യാസം എൻ്റെ ലാബ് റിപ്പോർട്ടിൽ കണ്ടു. ലിവർ ഫങ്ഷനിലെ ടെസ്റ്റിൽ അതൊക്കെ കുറഞ്ഞിരിക്കണം. പിന്നെ കൊളസ്ട്രോൾ കുറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഒരു ദിനചര്യയുടെ ഭാഗമാക്കി ഭക്ഷണം കഴിക്കാനൊന്നും എനിക്ക് പേടിയുണ്ടായില്ല. വീണ്ടും നന്നായി ഭക്ഷണമൊക്കെ കഴിക്കും. എനിക്ക് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആയിരുന്നു. അതായത് ഞാൻ ഭക്ഷണം വളരെയധികം നന്നായിട്ട് കഴിക്കും, ഫാറ്റി ഫുഡൊക്കെ നന്നായി കഴിക്കും. അങ്ങനെ ഞാൻ തടി കൂടുമ്പോൾ ഞാൻ ജസ്റ്റ് ശ്രദ്ധിക്കും. ഇതുപോലെ തന്നെ ഞാനൊരു 7 ദിവസം ഉപവാസം എടുക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് യൂറിൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് കാലത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ വ്യത്യാസവും വരും, നോർമലാവും. അങ്ങനെ. പക്ഷെ ഞാൻ അന്നും ആ കാലഘട്ടത്തിൽ അത്ര കാര്യമാക്കിയിട്ട് എടുത്തിട്ടുണ്ടായില്ല. മറ്റുള്ളവരോട് പറയാനും പോയില്ല. ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ അത് തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ പിന്നീട് എൻ്റെ കല്യാണത്തിന് ശേഷം വൈഫിന് ഇൻവേസീവ് കാർസിനോമ ബ്രസ്റ്റിൽ പിടിപെട്ടു. അപ്പം ഞാൻ ഈ സൂത്രനാളോട് പറഞ്ഞെങ്കിലും ആളത് കൂട്ടാക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു ക്ഷേത്ര ദർശനത്തിൽ ഒരു ശാന്തി കാരനായിട്ട് സംസാരിക്കും. ആൾ മുഖേന ഇത് വൈഫ് അറിയുകയും അപ്പോൾ ആൾക്ക് ഒന്നുകൂടി വിശ്വാസം തോന്നി. പിന്നെ ഞാനും പറഞ്ഞു അതൊരു ദൈവത്തിൻ്റെ ഒരു നിമിത്തം പോലെ കാണുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആള് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ എല്ലാവരും തീർന്നു. റേഡിയേഷൻ കീമൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടും യൂറിൻ തെറാപ്പി ഇപ്പോൾ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളൊരു മിശ്ര ബുക്കാണ്. വല്ലപ്പോഴൊക്കെ നോൺ വെജ് കഴിക്കും. ഞാൻ പൂർണ്ണമായിട്ടും ഇപ്പോൾ സസ്യാഹാരം മാത്രം കഴിച്ച് കൊണ്ടിരിക്കുന്നു. അങ്ങനെ ബാക്കി വിശേഷങ്ങൾ ഈ ബുധവാര കൂട്ടായ്മയിൽ ഞാൻ പറയാം. ഓക്കെ സാർ, നമസ്കാരം. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, പരിധി കവിഞ്ഞ കൊളസ്ട്രോൾ എന്നീ രോഗാവസ്ഥകളിൽ നിന്ന് യൂറിൻ തെറാപ്പി ചെയ്ത് മുക്തനായ കാര്യമാണ് ശ്രീ രാഹുൽ ഇവിടെ വിവരിച്ചിരിക്കുന്നത്. മനുഷ്യമൂത്രം മലിനമായ പാഴ്വസ്തുവാണെന്ന പരമ്പരാഗത വിശ്വാസം തെറ്റാണെന്നും ആധുനിക ശാസ്ത്ര ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് മൂത്രം രക്തത്തിലെ പോഷകങ്ങൾ നിറഞ്ഞ പ്ലാസ്മ ദ്രവമാണെന്നുമാണ് വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ പ്രചരിപ്പിക്കുന്നത്. മൂത്രത്തിന് ഔഷധ ഗുണമുണ്ടെങ്കിൽ അത് സ്വയം പരീക്ഷിച്ചു നോക്കാം എന്ന് തീരുമാനിക്കുന്നവർ സ്വന്തം ജീവിതത്തിൽ ചികിത്സാരൂപത്തിൽ സ്വമൂത്രം പ്രയോഗിച്ചു നോക്കുകയാണ് ചെയ്യുന്നത്. അത് ആർക്കും തടയാനാവില്ല. അത്തരത്തിൽ പരീക്ഷിച്ച രാഹുൽ അദ്ദേഹത്തിൻ്റെ വിജയകരമായ അനുഭവമാണ് നമ്മോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാറ്റി ലിവർ രോഗം സുഖപ്പെട്ടു. കൊളസ്ട്രോൾ ലെവൽ 300-ൽ കൂടുതലുണ്ടായിരുന്നത് 180-ൽ താഴെയായി കുറഞ്ഞു എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അനുഭവം തുറന്നു പറഞ്ഞ രാഹുലിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു.